ഓടിക്കുന്നത്. ഇങ്ങനെയുള്ള വഴിയൊക്കെയാണ് ഇതിൻ്റെ ആക്ച്വൽ പെർഫോമൻസ്. കഴിയുമ്പോഴത്തേക്കും വണ്ടി അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഹീറ്റാകും. 10-15 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ബാക്ക് പെയിൻ വന്നു തുടങ്ങും. എൻ്റെ എക്സ്പൾസ് 210 ഫെൻഡറാണ് വില വെച്ചത്. ഹേ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ഈ ഒരു ചാനലിൽ ഫസ്റ്റായിട്ടുള്ളൊരു ഓൺ വോയിസ് വീഡിയോ ആയിരിക്കും ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതിലായിരുന്നു, എൻ്റെ ജീവിതത്തിലായതിൽ ആദ്യമായിട്ടൊരു ഓൺ വോയിസ്, എൻ്റെ ഒരു സ്വന്തം വോയിസിലൊരു വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം കുറേ നാളുകൊണ്ട് നമ്മൾ ചൈൽഡ്ഹുഡായിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് മറ്റ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്, നമ്മൾ യൂട്യൂബിലായിരുന്നാലും കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് ഇൻസ്പയർ ആയിട്ട് നമുക്കും അതേപോലെ ഒരു നാൾ ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൽ അങ്ങനെ കുറേ നാൾ കാത്തിരുന്നാണ് ഈ ഒരു സെറ്റപ്പിലെത്തി. ശേഷം ഒരു മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കി, അത് കഴിഞ്ഞൊരു ക്യാമറ, ഇതൊക്കെ എടുത്ത് കുറേ കടമ്പകൾ ഇങ്ങനെ കടന്ന് കുറേ നാൾക്ക് ആഗ്രഹത്തിന് ശേഷമാണ് ഒരു വീഡിയോയിലേക്ക് വന്നത്. ഇന്നാണ് ഒരു ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോഴത്തേക്കും എനിക്ക് ഫൈനലി എങ്ങനെ വീഡിയോയിലേക്ക് വരണം, എങ്ങനെ തുടങ്ങണം, ഒരു സ്റ്റാർട്ടിങ് എങ്ങനെ ആയിരിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ എനിക്കൊരു ഐഡിയ ഇല്ല. ഉള്ളിലൊരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഇപ്പം ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേ ചിന്തകളുണ്ട്. അപ്പോഴത്തേക്കും കുറേ മടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നല്ല. ഫൈനലി എനിക്ക് ഞാൻ റിയലൈസ് ചെയ്തു, നമ്മൾ എന്താണ് ആഗ്രഹം, ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ ഒരു നാൾ എന്തായാലും എത്താം. അപ്പോഴത്തേക്കും എന്തായാലും മടിച്ചിരുന്നിട്ട് കാര്യമില്ല, ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ അങ്ങനെ ഫൈനലി ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുതലേ ഞാൻ മനസ്സിൽ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണമെങ്കിൽ ഇന്ന് തുടക്കം സ്റ്റാർട്ടിങ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ആണ് ഇന്ന് വന്നത്. അങ്ങനെ ഫൈനലി വീഡിയോയിലേക്ക് തുടങ്ങി. അങ്ങനെ ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഞാൻ എൻ്റെ ഒരു സ്വന്തം വണ്ടി അത് വെച്ച് തുടങ്ങണമെന്നായിരുന്നു, ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു. ആ ഒരു വീഡിയോ തുടങ്ങണം, എൻ്റെ ഒരു ചാനൽ തുടങ്ങണം, ആ ഒരു ജേണി തുടങ്ങണമെന്നായിരുന്നു എൻ്റെ വളരെ ആഗ്രഹം. ഫൈനലി അങ്ങനെ ഞാൻ ഒരു മോട്ടോർ സൈക്കിൾ എടുത്തായിരുന്നു. ഏതാണ്ട് ഞാൻ ഒരു 2 years ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മോട്ടോർ സൈക്കിളാണ്. ഏതാണ്ട് OBD2 ആണ് ഇത്. എക്സ്പൾസ് 200 4V OBD2 എഡിഷനാണ്. OBD2ൽ വന്നതാണ് ഇത്. ഏതാണ്ട് ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്ട് 20,000 കിലോമീറ്റർ റൺ ചെയ്യുന്ന മോട്ടോർ സൈക്കിളാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓണർഷിപ്പായിട്ടുള്ളൊരു റിവ്യൂ, വേറെ ഒന്നും നോക്കണ്ട, ഒരു ഓണർഷിപ്പായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോഴത്തേക്കും ഈ ഒരു വീഡിയോയിൽ മെയിൻലി എന്താണ് ഈ മോട്ടോർ സൈക്കിൾ 2 വർഷമായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ മെയിൻ്റെനൻസും എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. കാരണം ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയായിരിക്കണം, ഇനിയിപ്പോൾ ഒരു പുതുതായിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിൾ എടുക്കുന്നവർക്കായിരുന്നാലും അതേപോലെ തന്നെ ഇപ്പം സ്റ്റാർട്ടിങ് എടുത്തവരൊക്കെ ആയിരുന്നാലും ഒരു 4,500 കിലോമീറ്റർ ഓടിയവർക്കായിരുന്നാലും ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണ് വണ്ടികളിൽ വരുന്ന മെയിൻ്റെനൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൽ പറയുന്നത്. മെയിൻലി ഈ ഒരു വണ്ടിയെ വെച്ച് സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ മെയിൻ്റെനൻസോ അങ്ങനെ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. ഞാൻ കുറേ വണ്ടികൾ ഓടിച്ച് ലാസ്റ്റ് ഫൈനലി എനിക്ക് എടുക്കണം എന്നൊരു ആഗ്രഹിച്ച് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് പോയി എടുത്തൊരു മോട്ടോർ സൈക്കിളാണിത്. ഇനി ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് വന്നിട്ടില്ല ഈ ഒരു ഏതൊരു കാര്യത്തിലായിരുന്നാലും. എന്തായാലും എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. വണ്ടിയിൽ ചില കാര്യങ്ങളിലേക്ക് വണ്ടി പെർഫെക്റ്റ് ഒന്നുമല്ല. ഇപ്പം എല്ലാം നമ്മൾ എത്ര ലക്ഷം രൂപ കൊടുത്താലും എല്ലാം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണ ഒരു വണ്ടി ഇല്ലെന്നല്ല. എല്ലാ വണ്ടിക്കും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അതേപോലെ ഈ ഒരു വണ്ടിക്കും നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അത് ഇത്ര നാൾ ഉപയോഗിച്ചാലും എനിക്ക് വലിയ നെഗറ്റീവ് ഫീലോ അങ്ങനെ ഒന്നുമില്ല. വണ്ടി ഫുള്ളി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എന്ത് നെഗറ്റീവ്സ് ഉണ്ട്, എന്തൊക്കെയാണ് പോസിറ്റീവ് സൈഡ്, എന്തൊക്കെ മെയിൻ്റെനൻസ് വരുന്നുണ്ട്, എത്രയാണ് മെയിൻ്റെനൻസ് റേറ്റ്, ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. അതേപോലെ തന്നെ വണ്ടിയിൽ വലിയ മോഡിഫിക്കേഷനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഞാൻ ടൂറിങ്ങിനായിരുന്നാലും ഡെയിലി യൂസിനായിരുന്നാലും അത്യാവശ്യം ചെറിയ ഓഫ് റോഡിലായിരുന്നാലും കൊണ്ടുപോയി അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തിട്ടൊരു വണ്ടിയാണ്. ആഗ്രഹിച്ചെടുത്തുകൊണ്ട് എനിക്ക് വലിയ റിഗ്രറ്റോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. മെയിൻലി വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ മോഡിഫിക്കേഷൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വലിയൊരു മോഡിഫിക്കേഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മെയിൻലി ഇന്ന് മാറ്റിയിട്ടുള്ളതിൻ്റെ നമ്മളെ 210 ഫെൻഡറാണ്. ഇതെന്ന് വെച്ചാൽ 210 എക്സ്പൾസ് 210 ഫെൻഡറാണ് വില വെച്ചാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി, ഫ്രണ്ടിൽ നിന്ന് വണ്ടിയുടെ ടോട്ടൽ ലുക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എവിടെ കൊണ്ടെന്ന് വെച്ചാലും നേരത്തെ ഞാൻ ഇത്തിരി ഒരു ഇതായിട്ടിരിക്കും. ഇപ്പോൾ ഒരു അഡ്വഞ്ചർ, ഒരു മോട്ടോ ക്രോസ് വണ്ടിയുടെ ആ ഒരു ലുക്കിലേക്ക് അതിലെത്താൻ പറ്റിയ ആ ഫെൻഡർ വെച്ചാണ് ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മോഡിഫിക്കേഷനാണ്. പക്ഷേ ഇതിനും കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അത്യാവശ്യം ചെളി നല്ല വരത്തെ അടിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിലായിരുന്നാലും വന്ന് അടിച്ച് കയറുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും വണ്ടി അത്യാവശ്യം ലുക്ക് വൈസ് മാറിയിട്ടുണ്ട്. നമ്മളൊരു ഫോട്ടോ എടുത്തായിരുന്നാലും വീഡിയോ എടുത്തായിരുന്നാലും എവിടെ കൊണ്ടെന്ന് വെച്ചാൽ ഒരു ലുക്ക് വൈസ് മാറിയിട്ടുണ്ട്. പിന്നെ വേറെ വലിയ മോഡിഫിക്കേഷനോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല.
അതേപോലെ തന്നെ ഈ മിറർ ഹീറോ സ്റ്റോക്ക് മിറർ എന്ന് വെച്ചാൽ എന്തിനോ നമ്മളൊരു ആംഗിളിൽ പിടിച്ച് വയ്ക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് ഓടിക്കുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായി അതുകൊണ്ട് ആംഗിളിൽ പഴയ ഇരുന്ന ആംഗിളിൽ അതിലേക്ക് തിരിച്ചങ്ങ് വരും. അതങ്ങനെ ഇത് ഹോണ്ടയുടെ ഷൈൻ്റെ മിററാണ് വെച്ചാണ്. ഇതാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു മിററാണ്. പിന്നെ വണ്ടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമുക്ക് എല്ലാവരും അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. എല്ലാവരും ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നാണ് എല്ലാവർക്കും ആദ്യം അറിയേണ്ട ആവശ്യം. പക്ഷേ ഞാൻ ഇതിൽ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ആദ്യം തന്നെ പറഞ്ഞോളാം. വലിയ നെഗറ്റീവ് സൈഡൊന്നുമില്ല, എല്ലാ വണ്ടിക്കുള്ള നെഗറ്റീവ്സ് ആണെങ്കിൽ ഇതിനും ചെറിയ നെഗറ്റീവ്സ് ഉണ്ട്. ആരും വരുന്നു ഇല്ല, നെഗറ്റീവ്സ് ഉണ്ട്. ഫസ്റ്റ് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് ഏതുകൊണ്ട് 25% വിസിബിലിറ്റി കൂട്ടിയിട്ടുണ്ടെന്നാണ് ഹീറോ പറയുന്നത്. ഈ ഒരു OBD2 വന്നപ്പോഴത്തേക്കും അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഉള്ളൊരു ഹെഡ്ലൈറ്റ് തന്നെ ഇതിൽ വരുന്നത്. അപ്പോഴത്തേക്കും പക്ഷേ ഇതിന് മെയിൻലി ഉള്ള കുഴപ്പം നമുക്ക് ത്രോ കിട്ടും, ഫ്രണ്ടിലോട്ടുള്ള ത്രോ നല്ല വൃത്തി കിട്ടും. പക്ഷേ ഒരു കുഴപ്പമെന്ന് നമ്മൾ ഇടത്തെ സൈഡ് നമ്മൾ ഒരു കർവ് എടുക്കുമ്പോഴത്തേക്കും ഒരു വളവ് എടുക്കുമ്പോൾ ഇടത്തെ സൈഡിലോട്ടുള്ള വിഷൻ ഫുള്ളി കട്ടാവും. ത്രോ മാത്രമുണ്ട്. നമ്മൾ ഹൈ ബീം ഇട്ടിട്ട് കാര്യമുള്ളൂ, ലോ ബീമിൽ അങ്ങനെ ഒരു വെട്ടമൊന്നുമില്ല. ഹൈ ബീം ഇടുമ്പോൾ അത്യാവശ്യം നല്ല ത്രോ കിട്ടുന്നുണ്ട്. സൈഡിലോട്ട് വൈഡല്ല, വലിയ പറഞ്ഞാൽ വൈഡല്ല. പക്ഷെ ബാക്കി വെച്ച് നോക്കിയാൽ കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ നമ്മൾ പുതിയ എല്ലാവരും പറഞ്ഞ് ഹിമാലയൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഷോഗോണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് ഓടിച്ചിട്ടില്ല, അത്രയും ഷോകം വരാൻ എനിക്ക് ചാൻസ് ഇല്ല. പണ്ടത്തെ മോഡൽ വെച്ച് നോക്കിയാൽ ബെറ്ററാണ്, ഫാർ ബെറ്ററാണ്. ഞാൻ 2V ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ 4V ഫസ്റ്റ് മോഡലുണ്ടല്ലോ, അതിൻ്റെ ഇത് ഓടിച്ചപ്പോഴത്തേക്കും അതും വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് ബെറ്ററാണ്. കാരണം ഇത്തിരി കൂടെ ത്രോ കിട്ടുന്നുണ്ട്, ഇത്തിരി കൂടെ വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നെഗറ്റീവ് സൈഡൊന്നും അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സാണ്. അത്യാവശ്യം ക്വാളിറ്റി കാണുമ്പോഴത്തേക്കും ഒരു ക്വാളിറ്റിയൊക്കെ തോന്നും. പക്ഷേ എനിക്ക് പേഴ്സണലി പറയാൻ ഒട്ടും ക്വാളിറ്റി ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ അതൊന്നും ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാം, ഫ്ലിംസിയാണ്. അതേപോലെ തന്നെ മെയിൻലി ഹെഡ്ലൈറ്റിൻ്റെ അത് അത്യാവശ്യം അത് ഓൾറെഡി ഷോറൂമിൽ കൊടുത്ത് ഞാൻ സർവീസിന് എനിക്ക് ഇഷ്യൂ വന്നതായിരുന്നു. വണ്ടി ഒന്ന് മഴയത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും ഹൈ ബീം കത്തി കിടക്കും. സ്വിച്ചിൽ ഇപ്പം നമ്മൾ ഓഫ് ചെയ്തിട്ടെന്നാലും അവിടെ ഹൈ ബീം കത്തി ഫ്ലിക്കറിങ് ആയിരിക്കും. കാരണം മെയിൻലി ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെള്ളം കയറിയിട്ട് വരുന്ന ഇഷ്യൂ ആണ്. സ്വിച്ച് ക്വാളിറ്റി വൈസ് പറ്റ ശോകമാണ്. ഇത്തിരി കൂടെ ചിലവർ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിൽ സ്വിച്ചൊക്കെ മാറ്റിയിട്ട് നമ്മൾ MDയുടെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റോക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത്തിരി കൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്കും 210 വന്നപ്പോഴത്തേക്കും ഇത്തിരി കൂടെ ക്വാളിറ്റി വൈസ് വന്നെങ്കിലും അതിലും ഞാൻ ഓടിച്ചായിരുന്നു വണ്ടി, അതിലും ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു മോട്ടോർ സൈക്കിൾ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്സും അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോണം, തറയണം, പെട്ടെന്ന് ഒടിഞ്ഞു പോകണം, അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടല്ല. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ ഈ വണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. ഹീറോ അങ്ങനെ നോക്കി കണ്ടാണ്. എനിക്കൊന്ന് ഹീറോ ഇപ്പോൾ ഡേ ബൈ ഡേ ഹീറോ മോട്ടോർ സൈക്കിൾ അവർ ഓരോ വണ്ടികൾ ഇറക്കുമ്പോഴത്തേക്കും അത്യാവശ്യം പഠിച്ച് പണി ചെയ്ത് വേറെയുള്ള വണ്ടിയിൽ നിന്നൊക്കെ എടുത്ത് അവർ റിസർച്ചൊക്കെ നടത്തി ഇറക്കുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ല ഓക്കെയാണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിരുന്നാലും എല്ലാത്തിലും ഓക്കെയാണ് വണ്ടി. ഇപ്പം ചില ജാപ്പനീസ് ബ്രാൻഡാണ് ഇപ്പോഴത്തേക്കും ജാപ്പനീസ് ബ്രാൻഡായിട്ടുള്ള വണ്ടികൾ ഇന്ത്യയിലേക്ക് മോട്ടോർ സൈക്കിൾ ഇറക്കുമ്പോഴത്തേക്കും അവരെ പുതിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തിനോ വേണ്ടി ഒരു വണ്ടി ഇറക്കണമെന്ന് ഓർത്ത് പെട്ടെന്ന് ഇറക്കി നോക്കി. ആ വണ്ടിയുടെ വയറിംഗ് കിറ്റ് തന്നെ നമുക്കറിയാം. അത്യാവശ്യം ഇപ്പോൾ ഇറങ്ങിയ ഒരു മോട്ടോർ സൈക്കിളാണ്. ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് വിട്ടേക്കുക വയറിംഗ് കിറ്റ്, എൻജിൻ സൈഡിൽ ഇരിക്കുന്നത് തന്നെ അതിന് എന്തൊക്കെയോ കണക്ക്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളായിരുന്നു, പാനൽ ഗ്യാപ്പായിരുന്നാലും അത്യാവശ്യം നമുക്ക് എടുത്ത് കാണാൻ പറ്റും. നമ്മൾ ഒട്ടും അത്യാവശ്യം റേറ്റും കൂടെ ഉള്ളൊരു വണ്ടിയാണ്. ഒരു എൻട്രി ലെവൽ ആയിരുന്നാലും ആ വണ്ടിക്ക് അത്യാവശ്യം നമ്മൾ റേറ്റ് കൊടുക്കണം. 200cc കൊടുക്കേണ്ട അത്ര റേറ്റ് കൊടുത്തുള്ള വണ്ടിയാണ്. എന്നാലും അതിലും അവർ ക്വാളിറ്റി വൈസ് തീർച്ചയായും നല്ല മോശമാണ്. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല, അങ്ങനെ ഒരു ബ്രാൻഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ക്വാളിറ്റിയാണ്. പക്ഷേ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വരുമ്പം അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. ഈ പ്ലാസ്റ്റിക് ആയിരുന്നാലും ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇവിടെ ആയിരുന്നാലും അത്യാവശ്യം ക്വാളിറ്റി വൈസ് ഉണ്ട്. അതേപോലെ തന്നെ പെട്ടെന്നൊന്നും വണ്ടി ഒന്ന് തറ വീണാലും ഒടിഞ്ഞു പോകാത്ത രീതിയിലൊക്കെ ആയിരുന്നു മോട്ടോർ സൈക്കിൾ എന്ത് ചെയ്യുന്നത്. ഇതായിരുന്നാലും അത്യാവശ്യം മറിഞ്ഞു വീണിട്ടും അത്യാവശ്യം ക്രാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ വീഴുന്നു, എന്തായാലും വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. പിന്നെ മെയിൻലി പറഞ്ഞ ഈ ഒരു ഹാൻഡ് ഗാർഡിൻ്റെ വൈസ് ക്വാളിറ്റി വൈസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചില്ല. പക്ഷേ മെയിൻലി സർപ്രൈസ് ആയിട്ട് പറയും 5-6 പ്രാവശ്യം വണ്ടി മറിഞ്ഞു പോകണം. സ്റ്റാൻഡിൽ നിന്ന് ഒരു ദിവസം മറിഞ്ഞു പോകണമായിരുന്നു വണ്ടി മഴയത്തിരുന്ന്. അപ്പോഴത്തേക്കും ഈ ഒരു സൈഡ് ഇടിച്ചാണ് വീണത്. നോക്കിയപ്പോൾ ഇതിനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ ഇരുന്ന് ഈ ലിവർ പ്രൊട്ടക്ടറായിട്ടാണ് അവർ വച്ചേക്കുന്നതെങ്കിലും ഈ ലിവർ അങ്ങ് ബെൻഡായി.
ഇതിനൊന്നും പറ്റിയിട്ടില്ല, ഒരു കുഴപ്പമില്ല, ഒരു പൊട്ടൽ പോലും ഇല്ല. പക്ഷേ ലിവർ ബെൻഡായി. അതാണ് ഇതിൻ്റെ ക്വാളിറ്റി വൈസ്. ഇത് പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് പൊട്ടില്ല, പക്ഷേ ലിവർ ഒടിയും. അതുകൊണ്ട് ഇത്തിരി കൂടെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ലിവർ പ്രൊട്ടക്ടർ മേടിച്ച് വയ്ക്കണം, ഹാൻഡ് ഗാർഡ് മേടിച്ച് വയ്ക്കണമെന്ന് ഉണ്ട്. അത് ഉടനെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റാണ്. നിങ്ങളിപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ എടുത്ത് അത്യാവശ്യം പില്ലിനെ വെച്ച് ട്രാവൽ ചെയ്യണം, ടൂർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇത്തിരി കൂടെ അഡ്വഞ്ചറാണ്. കുറച്ചും കൂടെ എമൗണ്ട് ഇട്ട് നമുക്ക് ടൂട്ടൺ എടുക്കാം. ടൂട്ടൺ ഇത്രയും കൂടെ പില്ലിയൻ കംഫർട്ടുണ്ട്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഇത്രയും വൈഡാണെങ്കിലും പില്ലിയന് ഇരിക്കാൻ വലിയ സ്ഥലങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇത്രയും കാണുന്നെങ്കിൽ റൈഡറിന് അത്യാവശ്യം ഇപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പോസ്റ്റർ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് നീങ്ങിയിരിക്കാം. പക്ഷേ പില്ലിയൻ ഇരിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഇരിക്കാൻ ഒട്ടും സ്ഥലമില്ല. അവർ ഇരിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗം അത്രയും അവർക്ക് സീറ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് ഒരു എന്തായാലും ഞാനും പില്ലിനെ വെച്ചിട്ട് ഞാനും ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് 10-15 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ബാക്ക് പെയിൻ വന്നു തുടങ്ങും. ആ ഒരു സീനൊക്കെ ഈ വണ്ടിയിലുണ്ട്. അതുകൊണ്ട് പില്ലിനെ വെച്ച് ഓടിക്കണം ഇത്തിരി കൂടെ ബെറ്ററായിട്ട് കുറച്ചും കൂടെ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൂട്ടണിലേക്ക് പോകാം. പിന്നെ അല്ലെങ്കിൽ ഈ വണ്ടി നോക്കരുത്, അധികം പില്ലിന് നമ്മൾ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, നോ റോഡ് നോ പ്രോബ്ലം, ആ രീതിയിൽ ഓട്ടിക്കണം മൈൻഡൊക്കെ ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്, വണ്ടി എടുക്കുക, അത്രേ ഉള്ളൂ. വണ്ടി എടുക്കുക, പൊളിക്കുക. പിന്നെ സീറ്റിൻ്റെ ഇത് കുഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം ലോങ് ഒക്കെ ഓടിച്ചാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെയാണ്. നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സ്പോഞ്ച് അബ്സോർബ് ചെയ്യാൻ നമുക്ക് എല്ലാ വെള്ളവും ഇത് അബ്സോർബ് ചെയ്ത് അവിടെ വെച്ചേക്കും. അപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം എവിടെയെങ്കിലും ഫങ്ഷൻസോ അങ്ങനെ കാര്യങ്ങൾക്കോ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ വെള്ള പാൻസൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്കും ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള വലിയ ചാൻസ് കൂടുതലാണ്. കാരണം മഴയത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പാൻസിൻ്റെ ഭാഗത്തെല്ലാം വെള്ളത്തിൻ്റെ ഇത് വരാൻ ചാൻസ് കൂടുതലാണ്. ആരോ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഒന്ന് മാറാം. അപ്പോഴത്തേക്കും പിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാലും വേറെ കുഴപ്പങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതേപോലെ തന്നെ ടയറായിരുന്നാലും ഏതാണ്ട് ഇപ്പം 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയർ സ്റ്റോക്ക് ടയർ തന്നെ ഓടിയ, വേറെ കുഴപ്പങ്ങളോ ഒന്നും വരുന്നില്ല. ഏതാണ്ട് 20,000 സീറ്റിൻ്റെ ടയറാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റി വൈസ് ആയിരുന്നാലും അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു ടയറാണ്. ആൾ വരുന്നു, ആളൊന്ന് പോട്ടെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നെഗറ്റീവ് സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് അല്ലത്, ഹീറോ റെക്ടിഫൈ ചെയ്തിട്ടില്ല നമ്മളെ ഇതിൻ്റെ ഗിയർ പൊസിഷനാണ്. ഗിയർ പൊസിഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലച്ച് പിടിക്കുമ്പോൾ തന്നെ ഗിയർ പൊസിഷൻ മാറും. മീറ്ററിൽ എല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾ ഗിയർ പൊസിഷൻ എല്ലാം ഒരു ഫീച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്ലച്ചിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗിയറാണെന്ന് അറിയാൻ പറ്റുമോ. ചിലപ്പം ഫസ്റ്റ് ഇട്ട് എടുക്കുമ്പോഴേ നമ്മൾ ട്രാഫിക്കിലേക്ക് നിൽക്കുക, മെയിൻലി ട്രാഫിക്കിലേക്ക് പോകുമ്പോൾ ആണ് നമുക്ക് ഗിയർ ഏതാണെന്ന് മനസ്സിലാവേണ്ടത്. ആ സമയത്ത് നമ്മൾ സെക്കൻഡിലാണെങ്കിലും തേർഡിലാണെങ്കിലും ഈ ഒരു വര മാത്രമേ കാണുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫ്യൂവൽ ഗേജ് അത് എന്തിനാണെന്ന് ഹീറോ ഇങ്ങനെ ചെയ്ത് വെച്ചേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒട്ടും പ്രോപ്പറല്ല. അത് ആക്യുറേറ്റായിട്ട് ചിലപ്പം തോന്നും, ചിലപ്പോൾ അതിന് തോന്നണമാണ് അത് കാണിക്കുന്നത്. ഇപ്പം ഇതിൽ ഓൾറെഡി ഹാഫ് ടാങ്ക് പെട്രോളുണ്ട്, പക്ഷേ മീറ്ററിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും റിസർവിലാണ്. അതാണ് ഒരു ദിവസം റിസർവ് ലൈറ്റ് എത്തി ഞാൻ ഉടനെ ഒരു 500 എണ്ണ അടിച്ച് ഒരു ഫ്യൂവൽ ചെയ്തിട്ട് ഒരു 100 മീറ്റർ ഓടി വണ്ടി ഒന്ന് ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്തേക്കും വീണ്ടും റിസർവ് ലൈറ്റ് എത്തുന്നു, ഫ്യൂവലില്ല. അതാണ്. അപ്പോഴത്തേക്കും അത് കാണിക്കാൻ വേണ്ടി ഞാൻ കംപ്ലൈൻ്റ് ആയിട്ട് ഷോറൂമിൽ കാണിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് അതാണ് ഏറ്റവും വലിയ കോമഡി. ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് കോമൺ ഇഷ്യൂ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വണ്ടി കുലുക്കി നോക്കിയിട്ട് ഫ്യൂവൽ ഉണ്ടെങ്കിൽ ഓടിക്കോ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. അതാണ് അവിടെ നിന്ന് കിട്ടിയൊരു മറുപടി. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മെയിൻലി വലിയ നെഗറ്റീവ് സൈഡൊന്നുമില്ല. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും പറയുന്ന കണക്ക് വലിയ നെഗറ്റീവ് എന്ന് എനിക്കില്ല. അതിനൊക്കെ നെഗറ്റീവിനെക്കാട്ടിയും അത്യാവശ്യം എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നി. എവിടെയും എങ്ങനെയാണോ കൊണ്ടുപോകാം. അത്യാവശ്യം ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും വലിയ മെയിൻ്റെനൻസോ അങ്ങനെ ഒന്നും വരുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് ഹീറോയുടെ ക്വാളിറ്റി, അവരെ വണ്ടി ഉണ്ടാക്കിയതിൻ്റെ ക്വാളിറ്റി, എഞ്ചിൻ പണി വരുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി വൈസ് നല്ല മോശമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കായിരുന്നാലും ഒന്ന് വാമപ്പ് കോൾ സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ഒന്ന് വാമാൻ വേണ്ടി കുറച്ച് ടൈമൊക്കെ കൊടുത്ത് ഉടനെ എടുത്തങ്ങ് പൊളിക്കാതെ വണ്ടി ഒന്ന് ഓയിലൊക്കെ പോയി ഒന്ന് ആ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്ത് ഓട്ടിച്ച് പ്രോപ്പർ മെയിൻലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഏത് വണ്ടി ആയാലും പ്രോപ്പർ ടൈമിങ്ങിൽ സർവീസ് ചെയ്യുക, എൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുക, പക്ക ഓയിൽ ചേഞ്ച് ചെയ്യുക. ഇതിലായിട്ടും ഷോറൂം സർവീസാണ്, ഫുള്ളി ഷോറൂം സർവീസാണ്. ഇതിലൊഴിക്കുന്ന ഓയിൽ തന്നെ ഹീറോ ഒരു ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഓയിലാണ്. ഇതിനായിട്ടും വേറെ മോശങ്ങളോ അങ്ങനെ ഒന്നും പറയാനില്ല. എന്നാലും വണ്ടി അത്യാവശ്യം സ്മൂത്താണ്.
ഈ എൻജിൻ സൈഡ് ആയിരുന്നാലും എനിക്ക് തോന്നുന്നു 4V ആയിരുന്നാലും 2V കാട്ടിയും ബെറ്ററാണ്. ഇപ്പം 4V ഇറങ്ങിയ ഫസ്റ്റ് മോഡലിനെ കാട്ടി ഇത്രയും കൂടെ വൈബ്രേഷൻ കുറഞ്ഞ റിഫൈൻഡ് ആണ്. ആ ഒരു എൻജിൻ സ്ട്രെസ്സും കൂടി ഇത്തിരി കുറഞ്ഞ് റിഫൈൻഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തിരി കൂടെ ഹീറോ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡേ ബൈ ഡേ അവരെ മോട്ടോർ സൈക്കിൾ ഏതായിരുന്നു ഇപ്പോൾ ഇറങ്ങിയ വണ്ടികളായിരുന്നാലും അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ ഗാർഡായിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. സാധാരണ അത്യാവശ്യം നല്ലൊരു കല്ലൊക്കെ വന്ന് ഇടിച്ചിട്ട് കളയാണ്, അടിയൊക്കെ ഇടിച്ചിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും പൊട്ടൽ പോലും ഇല്ല. അത്യാവശ്യം നമ്മൾ വെളിയിൽ നിന്ന് ആഫ്റ്റർ മാർക്കറ്റായിട്ട് മേടിച്ച് വയ്ക്കുന്നതിൻ്റെ കാട്ടിയും അത്യാവശ്യം ക്വാളിറ്റി വൈസ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി പാസ് ചേഞ്ചിൽ വന്നിട്ടുള്ള ഒരു ഒറ്റ കാര്യമാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ് രണ്ടും മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തേക്കും മെയിലിൽ കിടക്കുന്ന ബ്രേക്ക് പാഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയുടെ ജെന്യൂൻ ബ്രേക്ക് പാഡല്ല. അതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഏതാണ്ട് ഫ്രണ്ടിലായിരുന്നാൽ 1400 സംതിങ് റേറ്റ് വരുന്നുണ്ട്. പിറകിൽ ഷോറൂമിൽ കാണിച്ചപ്പോൾ 1550 രൂപ വിത്ത് ലേബർ 1500 റേറ്റ് വരുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ളൊരു ബ്രേക്ക് പാഡാണ് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ. വലിയ പെർഫോമൻസ് ഫുള്ളി സെറാമിക്കോ സെമി സെറാമിക്കോ അങ്ങനെ ഒന്നുമല്ല. ഓർഗാനിക് ബ്രേക്ക് പാഡിന് നമ്മൾ 1500 ആ റേറ്റൊക്കെ കൊടുക്കണം. 1400 1300 റേറ്റ് വരുന്നുണ്ട്. അതേസമയത്ത് ഈ അതേ OEM സാധനം ഹീറോ എന്നല്ലാതെ നമ്മൾ ജെന്യൂൻ സാധനം തന്നെ ഇതിൽ ഇട്ടേക്കുന്നത്. ഫ്രണ്ടിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു വേ ഉണ്ട്. നമ്മളിപ്പം എക്സ്പൾസ് 2 4V ഓണേഴ്സിന് അറിഞ്ഞുകൂടാത്തവരൊക്കെയാണെങ്കിൽ കുറച്ചുപേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അറിഞ്ഞുകൂടാത്തവരൊക്കെയാണെങ്കിൽ വേറൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു വേ ഉണ്ട്. ഇതിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ TVS അപ്പാച്ചി 180 160 ആണെന്ന് തോന്നുന്നു. ബ്രേക്ക് പാഡാണ് ഇതിൽ കിടക്കുന്നത്. അതും നിഫിൻ്റെ തന്നെയാണ് കിടക്കുന്നത്. പിറകിലാണെങ്കിൽ നമ്മൾ ഹോണ്ട ഡാസ്ലറിൻ്റെ ഡയറക്റ്റ് സൂട്ടാണ്, വേറെ ഒന്നുമില്ല. ഡയറക്റ്റ് പെർഫെക്റ്റ് സൂട്ടാണ്. അതേ പെർഫോമൻസ് എനിക്ക് ഇത്രയും നാളും ഏതാണ്ട് 12,000 ഫ്രണ്ട് മാറി 13,000 13,500 എന്തോ ബാക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 20,000 കിലോമീറ്റർ ആവാറായി. ഇത്രയായിട്ട് ആ ബ്രേക്ക് പാഡിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം എല്ലാവരും പറയുന്നത് ലൈഫ് കിട്ടില്ല, 7,000 കിലോമീറ്റർ കഴിയുമ്പോൾ ബ്രേക്ക് പാഡ് തീരും. പക്ഷേ എനിക്ക് അത്യാവശ്യം ലൈഫ് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ബ്രേക്കിംഗ് ബൈക്കിലായിരുന്നാലും വേറെ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇത്ര നേരം നമുക്ക് ഇന്ന് പറഞ്ഞ് ഇനി വണ്ടി നമുക്ക് ഓട്ടിച്ചുകൊണ്ട് സംസാരിക്കാം. എന്തായാലും ഓഫ് റോഡ് കിട്ടിയേക്കാണ്. ജസ്റ്റ് ഒന്ന് ഓട്ടിക്കാം. എക്സ്പൾസ് കിട്ടിയിട്ട് ഓഫ് റോഡ് ഓടിക്കാൻ ഇങ്ങനെയുള്ള വഴിയൊക്കെയാണ് ഇതിൻ്റെ ആക്ച്വൽ പെർഫോമൻസ്. സ്മൂത്താണ് ഇങ്ങനെയൊക്കെയുള്ള വഴി കൂടെ ഓടിക്കുന്നത്. ഓൾ അറൗണ്ട് ഫണ്ണിരിക്കുന്ന ഇതേപോലത്തെ ഉള്ള റൂട്ടിലേക്ക് ഓടിക്കുമ്പോഴാണ് നമ്മൾ ആ ഹൈവേ സെൻട്രിക്കാറ്റ് നമ്മൾ നോക്കരുത്. ഇതേപോലത്തെ വഴിയൊക്കെ നമ്മൾ ഫുൾ മൂഡാണ്. ഇവിടെയൊക്കെ ഇത്രയും സ്പീഡിൽ പോയിട്ടും നമുക്ക് സസ്പെൻഷൻ ബേസ് കംഫർട്ടാണ്, പക്ക കംഫർട്ടാണ്. നമ്മളൊന്നും അറിയില്ല, ജസ്റ്റ് വണ്ടി ഒഴുകി പോവുക. ഇവിടെ നീ പൊളിയടാ കൊണ്ട് കയറിക്കോ അങ്ങനെ ഒരു മൈൻഡിലുള്ള വണ്ടിയാണിത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോവാം. യൂട്ടേൺ എടുക്കുന്ന കാര്യമാണ്. യൂട്ടേൺ എടുത്ത് നമുക്ക് തിരിയാം. പിന്നെ ഹാൻഡിലും ബേസ് ആണ് അത്യാവശ്യം കംഫർട്ടാണ്. പിന്നെ മെയിൻലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഇതിപ്പം റൈസറോ അങ്ങനെ ഒരു കാര്യമല്ല. അത്യാവശ്യം നമുക്ക് ലോങ് ഓടിക്കുമ്പോഴത്തേക്കും നമ്മളെ വലത്തേക്ക് നമുക്ക് ചെറിയ പെയിൻ തോന്നും. ഉടനെ ഇത് അപ്ഗ്രേഡാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് കുറേ ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള ഹാൻഡിൽ ബാറൊക്കെ അവൈലബിൾ ആണ് നമ്മളെ മാർക്കറ്റിൽ. ജസ്റ്റ് അതെല്ലാം ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഉടനെ ഇതിൽ റൈസർ മേടിച്ച് വയ്ക്കാൻ പ്ലാനിലാണ്. അത് ഇത്തിരി കൂടെ റൈഡിങ് കംഫർട്ട് കിട്ടും നമുക്ക്. നിങ്ങളൊരു വണ്ടി പുതുതായിട്ട് നോക്കുന്നതെങ്കിലായിരുന്നാലും ഇപ്പം ഓൺ ചെയ്തായിരുന്നെങ്കിലും പുതിയൊരു റൈസർ മേടിച്ച് വയ്ക്കാൻ ഹാൻഡിൽ ബാർ റൈസർ അടിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ജസ്റ്റ് ഇങ്ങനെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കുക, വണ്ടി ബാക്കിയെല്ലാം വണ്ടി വയ്ക്കുള്ളൂ. പിന്നെ മെയിൻലിയുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ ABS സ്വിച്ചബിളാണ്. അപ്പോഴത്തേക്കും ഇതിൽ റാലി വരുന്നുണ്ട്, ഓഫ് റോഡ് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ജസ്റ്റ് ABS ഒന്ന് ഓഫ് റോഡോ റാലിയോ ഇട്ടേക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഇതിൻ്റെ ABS എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള റോഡിൽ ABS വെറുതെ കയറി കിക്ക് ചെയ്യും. അത്യാവശ്യം എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു ഇഷ്യൂ ആണ് അത്. എന്ന് വെച്ചാൽ എനിക്കായിരുന്നല്ലേ ഞാൻ ഇതിൽ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഓഫ് റോഡ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ വേണ്ടടുത്ത് പിടിക്കുമ്പോൾ വണ്ടി ബ്രേക്ക് കിട്ടില്ല, പെട്ടെന്ന് കയറി ഞാൻ കിക്ക് ചെയ്യും. അപ്പോഴത്തേക്കും ടയർ ലോക്കാവും, നമ്മൾ വീഴും.
ഇത് നമുക്ക് വേണ്ടടുത്ത് കിട്ടാത്ത കണക്കുമ്പോൾ ഒരു ഇതാണ്. അപ്പോഴത്തേക്കും JBS ഒന്ന് ഓഫ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സെൻസിറ്റിവിറ്റി മാറുന്നതാണ്. അപ്പോഴത്തേക്കും റാലിയിലോട്ട് ഓഫ് റോഡായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്ര വലിയ ABS എയർലി ആയിട്ട് കയറി കിക്ക് ചെയ്യുക അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള റോഡിലൊക്കെ ഓടിക്കുന്ന വണ്ടി ഒരേ മൂടാണ്. അത്യാവശ്യം നമ്മളൊരു 60-70 ഈ സിമ്പിളായി കയറും വണ്ടി. നമ്മൾ സാധാരണ വണ്ടിയിലൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് വലിയ പവറില്ല. 200cc ആണെങ്കിലും 200cc അത്രയും പവറില്ല. സത്യം പറഞ്ഞാൽ 200cc ആ ഒരു ബാക്കിയുള്ള മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ പിന്നെ പവറില്ല. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് വെച്ച് സംബന്ധിച്ച് ആ ഇനീഷ്യലി മിഡ് നല്ലവർക്ക് കിടപ്പുണ്ട്. നമുക്ക് എവിടെയാണ് നമ്മൾ പർപ്പസ് കൊണ്ടുവരുന്നത് ഓൾറൗണ്ട് എല്ലായിടത്തും കൊണ്ടുപോകാം. നമുക്ക് നോ റോഡ് നോ പ്രോബ്ലം ആ ഒരു രീതിയിലാണ്. എവിടെ വേണോ കൊണ്ടുപോകാം ആ രീതിയിലാണ്. നമ്മൾ എല്ലായിടത്തും പെർഫെക്റ്റ് അല്ലാന്ന് ഹീറോ പറഞ്ഞിട്ടില്ല. അത്യാവശ്യം ഓഫ് റോഡിൽ നമുക്ക് എടുത്തിട്ട് പൊളിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള വഴിയിലൊക്കെ നമ്മളൊരു 60-70 ക്രൂസ് ചെയ്യാനും ഹൈവേ നമ്മളെത്തി മടിപ്പീരാണ്. ഹൈവേ ഒക്കെ നമ്മൾ ഓട്ടിക്കണമെങ്കിൽ പറ്റ ശോകമാണ്. നമ്മളൊരു 60-70 ബാക്കിയുള്ള നമ്മളെ കൂടെ വരുന്ന എത്തി ഹയർ CC ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങ് പിറകിലായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള റോഡിലൊക്കെ നമ്മൾ അവരെ കൂടെ ആയിരുന്നാലും നമ്മൾ ചിലപ്പോൾ മുമ്പിലായിരിക്കും. ഇപ്പോൾ R15 അങ്ങനെയുള്ള വണ്ടികളൊക്കെ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നതാണ്. MD-യിലൂടെയൊക്കെ പോകുമ്പോഴും ഇങ്ങനെയുള്ള വഴിയിലൊക്കെ അവരെ കൂടെ പിടിച്ച് അത്യാവശ്യം നമുക്ക് പൊളിച്ച് ഓട്ടിക്കാൻ പറ്റും. നമുക്ക് വലിയ പവർ കുറവ് അങ്ങനെയൊന്നും തോന്നില്ല. നമുക്ക് വേണ്ട സമയത്ത് ഒരു 10-60 പെട്ടെന്ന് ഇനീഷ്യലൊക്കെ പെട്ടെന്ന് കയറുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻലി എല്ലാവരും പറഞ്ഞ് ഹീറ്റിംഗ് ഉണ്ടെന്ന് ചിലവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് എത്ര നാൾ ഓടിച്ചിട്ട് എനിക്ക് ട്രാഫിക്കിൽ പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട്. അതൊന്ന് IC എഞ്ചിനാണ്, ഹീറ്റിംഗ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ IC എഞ്ചിനാണ്. നമ്മൾ ചിലവർ ഒട്ടും പറ്റൂല അവർക്ക് ഹീറ്റിംഗ്. അതുകൊണ്ട് വൻ കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗോ ഫോർ ഇലക്ട്രിക് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഹീറ്റിങ്ങോ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. IC എഞ്ചിനോട്ടുള്ളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഹീറ്റിംഗ് നമ്മൾ പ്രതീക്ഷിക്കണം. അതെന്തായാലും ഇൻറ്റേർണൽ കംപ്രഷൻ ഫ്യൂവൽ അവിടെ ബാനായി ഫ്യൂവൽ കത്തുമ്പോഴത്തേക്ക് ഹീറ്റിംഗ് വരും. ആ ഒരു ഹീറ്റിങ്ങേ ഉള്ളൂ. അല്ലാതെ വലിയ ഹീറ്റിങ്ങോ KTM കണക്കുള്ള ഹീറ്റിങ്ങോ അങ്ങനെ ഒന്നും ഈ വണ്ടിയിലില്ല. പക്ഷെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. എനിക്കങ്ങനെ വല്ലാത്ത ഹീറ്റിംഗ് ഒന്നും ഇതിൽ ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നമ്മൾ പാൻസൊക്കെ ഇട്ട് ഓടിച്ച് കഴിഞ്ഞാലും വേറെ കുഴപ്പമില്ല. പിന്നെ ട്രാഫിക്കിൽ നിൽക്കുമ്പോഴത്തേക്കും വണ്ടി അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഹീറ്റാവും. അതായത് നമുക്ക് വലിയ കംപ്ലൈൻറ്റ് എടുത്ത് പറയേണ്ട അത്ര വലിയ ഹീറ്റിംഗ് ഒന്നുമില്ല. ഓട്ടോ ചേട്ടൻ ഒന്ന് നോക്കേട്ടാ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്നൊരു ഐഡിയ ഇല്ല. സാധാരണ പുള്ളി ഒന്ന് നിർത്തി തന്നു. സാധാരണ ഓട്ടോക്കാരെങ്കിൽ എടുത്തങ്ങ് വയ്ക്കുക ആ ഒരു മൈൻഡാണ്. പക്ഷേ ചേട്ടനെന്തോ അരുകമോ തോന്നി അവിടെ നിർത്തിയായിരുന്നു. വൈബ്രേഷൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വൈബ്രേഷൻ അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം കൈ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. കൈ കൊടുത്താൽ അത്യാവശ്യം ഒരു RPM കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ വൈബ്രേഷൻ്റെ കാര്യങ്ങളിൽ പ്രശ്നമുള്ളൂ. ബാക്കി വൈസ് നോക്കി കഴിഞ്ഞാൽ വലിയ വൈബ്രേഷൻ അങ്ങനെയില്ല. മറ്റ് മോഡൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മളെ 2V ആയിരുന്നാലും 4V OBD2ക്ക് മുമ്പുള്ള വെർഷൻ ആയിരുന്നാലും അതിനെക്കാട്ടി ഇത്തിരി കൂടെ ബെറ്ററായിട്ട് ഹീറോ റിഫൈൻഡ് ആക്കിയിട്ടുണ്ട് വണ്ടി. പിന്നെ വൈബ്രേഷൻ ഉള്ളതെല്ലാം വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ടാങ്കിൻ്റെ സൈഡും അത്യാവശ്യം ഹാൻഡിൽ ബാറിലും വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മളൊന്ന് കൈ കൊടുത്ത് 60-70-80 കയറിയാൽ ചെറുതായിട്ട് ഫുഡ് റെസ്റ്റ് ചെറുതായിട്ടൊന്ന് ബസ് ചെയ്യും. ബാക്കിയല്ലാതെ സമയത്തൊക്കെ നേരിയൊരു വൈബ്രേഷൻ നമ്മളെ ടാങ്കിൻ്റെ സൈഡാണ് മെയിനായിട്ട് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത്തിരി കൂടെ നമ്മൾ ഈ ഒരു സ്പീഡ് നമ്മളൊരു 60 മെയിൻറ്റെയിൻ ചെയ്ത് ഓട്ടിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വൈബ്രേഷൻ അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെയുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ കംപ്ലയിൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത സമയത്ത് എനിക്ക് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. അങ്ങനെ ഷോറൂമിൽ സർവീസ് കഴിഞ്ഞാണെങ്കിൽ ഇപ്പം മിസ്സിങ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു 60 ഒരു ക്രൂസിങ് സ്പീഡ് പിടിക്കുമ്പോഴത്തേക്കും വണ്ടി ചെറിയ അറപ്പുണ്ട്. അതിൻ്റെ എന്താണ് വണ്ടിയുടെ കുഴപ്പമാണോ ഷോറൂമിൽ കാണിച്ചപ്പോൾ വലിയ മിസ്സിങ് ഒന്നുമില്ല. അവർ ഓൾറെഡി ഇഞ്ചക്ടർ ക്ലീൻ ചെയ്തു അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്കൊന്നും ഫ്യൂവലിൻ്റെ ആണോ വണ്ടിയുടെ കുഴപ്പമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മേ ബി ഫ്യൂവലിൻ്റെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ നയരേരയൊക്കെ ഫ്യൂവൽ യൂസ് ചെയ്യുമ്പോൾ ആ മിസ്സിങ് പൊതുവെ കുറഞ്ഞ് കിട്ടും. വേറെ ഏതെങ്കിലും നമ്മൾ HP ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ചില HP പമ്പിൽ നിന്ന് കയറുമ്പോൾ നല്ല മിസ്സിങ് ഉണ്ട്. വണ്ടി സ്റ്റാർട്ടായി ഐഡിൽ ചിലപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ബ്രേക്ക് അടിക്കുമ്പോൾ ചേച്ചി വണ്ടി ഓഫായി പോണ ഫീലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നയാരയിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്യൂവലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വല്ല ആ മിസ്സിങ്ങും കുറഞ്ഞ് കിട്ടും. അത്യാവശ്യം ആ ജെർക്കിങ് ഒക്കെ ഒഴിഞ്ഞ് കിട്ടും. കാരണം ഇത് E20 ആണ്. പിന്നെ E20 ആണെന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ കംപ്ലൈൻറ്റുകൾ E20 വണ്ടികൾക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതേപോലെ ആയിരിക്കാം. നമുക്കെന്ത് ജസ്റ്റ് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. പിന്നെ U-turn ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നോക്കിയെടുത്തില്ലെങ്കിൽ ചിലപ്പം നമ്മൾ സാധാരണ MD അങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുക്കുന്നത് സ്ട്രീറ്റ് ഫൈറ്റേഴ്സൊക്കെ എടുത്ത് വയ്ക്കുന്നതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ കയ്യിൽ നിന്നൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും U-turn എടുക്കുമ്പോൾ ഒന്ന് നോക്കിയെടുക്കുക. പിന്നെ ഇത് റാലിയല്ല, ഇത് നോർമൽ 4V മോഡലാണ്.
അത് എനിക്ക് റാലി എടുക്കാന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. വലിയ റേറ്റ് ഇതിൽ നിന്ന് വലിയ ഒരു 10,000-20,000 24,000 ഡിഫറൻസ് ആയിരുന്നു വരുന്നതെന്ന് തോന്നുന്നു ആ സമയത്ത്. ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഇത് ഏതാണ്ട് ഓൺ റോഡ് 1,86,000 രൂപയായിരുന്നു ഓൺ റോഡ് വന്ന്. പക്ഷേ ആ ഒരു പ്രൈസിൽ വാല്യൂ ഫോർ മണി തന്നെ എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ പൈസ ഉണ്ടെങ്കിൽ റാലി എടുക്കാം. റാലി എടുക്കാത്ത എന്താണെന്ന് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ എന്തായാലും പറയാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം മെയിൻലി വണ്ടി ഈ ഒരു വണ്ടിയുടെ കാര്യം പറയാം. ഇത് ഹൈറ്റ് സീറ്റ് ഹൈറ്റ് ആയിരുന്നാലും ഏതാണ്ട് എനിക്ക് 169 ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് വെച്ച് എനിക്ക് ഓൾമോസ്റ്റ് നമ്മൾ ബ്രാൻഡഡ് ഫുഡ് കിട്ടുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ എൻ്റെ ബ്രദർ ആയിരുന്നാലും അത്യാവശ്യം അതേ ഹൈറ്റാണ്. ബ്രദറിനാണെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം അത്യാവശ്യം നോർമൽ ഒരു ഹൈറ്റൊക്കെ ഉള്ളവർക്കായിരുന്നാലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. വണ്ടി എടുക്കുന്നത് നമ്മൾ ഹൈറ്റ് വണ്ടി എക്സ്പൾസ് ആണ്, ഭയങ്കര ഹൈറ്റാണ്, ആരും മൈൻഡിൽ പോയി എടുക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സിമ്പിളാണ്. നമ്മളിപ്പോൾ 2 കാലും കുത്തി ഓടിക്കണ്ടല്ലോ, നമുക്ക് 1 കാല് കുത്തിയാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വണ്ടിക്ക് വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല, അത്യാവശ്യം വെയിറ്റ് ഒന്നും വരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം, മാനേജ് ചെയ്യാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. അതേപോലെ തന്നെ മൈലേജിൻ്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല, ഏതാണ്ട് എനിക്കൊരു 45 to 50 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഹൈവേയിലൊക്കെ ആയിരുന്നാലും ഒരു 60-70 ക്രൂസ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് 50 മേലെ എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്യാവശ്യം മൈലേജിൻ്റെ കാര്യത്തിൽ വലിയ ഷോക്കൊന്നുമില്ല. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് വൈസ് ആയിരുന്നാലും ഇപ്പം ഇത് ഏതാണ്ട് 4th സർവീസൊക്കെ കഴിഞ്ഞ് ഇപ്പം ഒരു ഓയിൽ ചേഞ്ച് എല്ലാം ചെയ്ത് എന്തായാലും 19,000 നമ്മൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്തായിരുന്നു. ആ ഓയിൽ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഏതാണ്ട് 2,000 റേഞ്ച്, 2,000 അത്ര ലേബർ. അതേപോലെ പല പാസ് ചേഞ്ചോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ചെറിയൊരു ഇഷ്യൂ വന്നായിരുന്നു, അപ്പോഴത്തേക്കും ചെറിയൊരു സൗണ്ടിൻ്റെ വേരിയേഷൻ. നമ്മളെ ക്ലച്ചിൻ്റെ സൈഡിൽ നമ്മൾ തേരി കയറുമ്പോൾ 4th, 5th, 3rd കയറുമ്പോഴത്തേക്കും ഒരു മണി അടിക്കുന്ന നമുക്ക് സൗണ്ട് ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് വന്നായിരുന്നു. ആ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ഷോറൂമിൽ ചെന്നപ്പോൾ അവർ ബാലൻസ് ഷാഫ്റ്റിൻ്റെ ആയിരിക്കാം, മേ ബി ജസ്റ്റ് ഒന്ന് ഊരി ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ അവർ ചെക്ക് ചെയ്തപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ക്ലച്ചിൻ്റെ എന്തോ ഇഷ്യൂ ആയിട്ടാണ് സൗണ്ട് വന്നതെന്നാണ് പറഞ്ഞത്. പൊതുവേ ഇതിനൊരു കോമൺ ഇഷ്യൂ വരുന്നുണ്ട് ബാലൻസ് ഷാഫ്റ്റിൻ്റെ, അതല്ലെന്നാണ് ഇപ്പോൾ ഷോറൂമിൽ കാണിച്ചപ്പോൾ പറഞ്ഞത്. അത് സർവീസ് ചെയ്ത് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ആ സൗണ്ടൊന്നും അങ്ങനെയില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മേജറായിട്ടുള്ള പാസ് ചേഞ്ച് വന്നിട്ടില്ല ഇത്. പിന്നെ വൺസ് ഇതിൻ്റെ കീ സെറ്റ് ഒന്ന് മാറിയായിരുന്നു. കീ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്യൂവലിൻ്റെ അവിടുത്തെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ എന്തോ വാഷറിൻ്റെ ഇഷ്യൂ ആണ്. അത് ഫുള്ളി നമ്മളെ വാറൻറ്റി തന്നെയായിരുന്നു ക്ലെയിം ചെയ്തത്. നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം പുതിയതായിട്ട് മോട്ടോർ സൈക്കിൾ എടുക്കുന്നവർ മാക്സിമം വാറൻറ്റി കട്ടാവാതെ നോക്കുക. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയാണ്. ഓൾമോസ്റ്റ് ഈ ഇലക്ട്രോണിക് സൈഡ് ഇത് കൂടുതലായിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് വരുന്നത് ഇപ്പോൾ എല്ലാം. അപ്പോഴത്തേക്കും വാറൻറ്റി കട്ടാവാതെ നോക്കുക. വാറൻറ്റി ഉണ്ടെങ്കിൽ നമ്മളിപ്പം എക്സ്റ്റൻഡഡ് വാറൻറ്റിയൊക്കെ എടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി എടുക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ വാറൻറ്റി നിലവിലുണ്ട്, കറക്റ്റ് എക്സ്റ്റൻഡഡ് വാറൻറ്റി കൂടെ എടുക്കണമെന്നുണ്ട്. കാരണം എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ കമ്പനി തന്നെ മാറി തരുന്നുണ്ട്, നമ്മളെ കയ്യിൽ നിന്നല്ലാതെ. വണ്ടിയുടെ സൈഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതുപോലെ ഈ ഒരു കോർണറൊക്കെ എടുക്കാൻ സ്മൂത്താണ് വണ്ടി. ഇതേപോലെ കയറി പൊക്കോളൂ, നമ്മളൊന്നും അറിയണ്ട. ഇതേപോലത്തെ റോഡിൽ ഈ വണ്ടി ഓടിക്കാൻ വേറൊരു മൂഡാണ്. കാരണം എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് റൂട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റൂട്ടാണ് ഈ റൂട്ട്. ഈ റോഡും ഇവിടെ വണ്ടി ഓടിക്കാൻ പ്രത്യേക ഒരു ഫീലാണ്. നമ്മൾ സമാധാനത്തിൽ ഓടിക്കാൻ നല്ല റോഡാണ്. ചുറ്റിനും ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്, അപ്പോഴത്തേക്കും ചുറ്റിനും ഫോറസ്റ്റ്, ഒരു തണുത്ത ഫീലൊക്കെ ഉണ്ട്. അവിടെ ഈ വണ്ടിയൊക്കെ ഇട്ട് ഓടിക്കാൻ നല്ല നൈസാണ്. അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം സ്പീഡ് കയറും. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് കൈയിട്ട് കൊടുത്തു കഴിഞ്ഞാലും വണ്ടി ഒന്ന് കയറിപ്പോകാൻ ഒരു മടിയോ അങ്ങനെ ഒന്ന് സ്ട്രെസ് ഫീലോ അങ്ങനെ ഒന്നും കാണിക്കില്ല. പിന്നെ അത്യാവശ്യം ഹയർ റോഡിട്ട് കയറുമ്പോഴത്തേക്കും വലിയ പവർ, ഹയർ RPM വലിയ ഫീൽ ചെയ്യാൻ തോന്നുന്നു, വലിയ ഫീൽ ചെയ്യില്ല. അപ്പോഴത്തേക്കും ആ മിഡിലൊക്കെ ഇനീഷ്യലോട്ട് മിഡിലോട്ടൊക്കെ അത്യാവശ്യം നല്ല ഇതുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സ്പ്രോക്കറ്റാണ് ഇത് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാനുള്ളൊരു വണ്ടിയാണ്. ഇനീഷ്യലും മിഡിലും ഓടിക്കാനുള്ളൊരു വണ്ടിയാണ്, അതിനുള്ള എല്ലാ ഇതുമുണ്ട്. അതേപോലെ തന്നെ പിന്നെ മെയിനായിട്ട് മേജറായിട്ട് ഒരു വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ സസ്പെൻഷൻ ബേസ് ആയിരുന്നു, ഓൺ റോഡ് ആയിരുന്നല്ലോ ഓഫ് റോഡ് ആയിരുന്നു. പിന്നെ എക്സ്പ്രസ് ഉള്ളൊരു പൊതുവേ അതിൻ്റെ ഓണേഴ്സൊക്കെ ഉണ്ടല്ലോ, ഹമ്പിലൊക്കെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, എടുത്തങ്ങ് ഇടാം. 10-60 വന്നിട്ട് നമുക്ക് പൊളിഞ്ഞ റോഡായിരുന്നാലും ഒന്നും നോക്കാതെ ഓടിക്കാം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് എങ്ങനെ വേണം ഓടിക്കാലും പെട്ടെന്ന് ഒരു പ്രെഡിക്റ്റ് ചെയ്യാം. നമ്മൾ ഇങ്ങനത്തെ ഉള്ള നമ്മൾ കേരളത്തിൻ്റെ റോഡിൽ ഓടിക്കുമ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും ഒരു കുഴിയാണ്. അങ്ങനെയൊക്കെയുള്ള കുഴിയിലൊക്കെ വീണാലും വണ്ടി എടുത്തങ്ങ് പൊക്കോളും. വേറെ നമ്മൾ പിടിച്ചിറക്കണം, അയ്യോ സസ്പെൻഷൻ, ആ ഒരു ഇഷ്യൂ അങ്ങനെ വരുന്നില്ല. പിന്നെ റിയർ സസ്പെൻഷൻ ആയിരുന്നാലും അഡ്ജസ്റ്റബിൾ ആണ്, ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ അല്ല. റിയർ സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണ്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ പില്ലിന് നമ്മളിപ്പോൾ കയറ്റുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനത് ചെറിയൊരു അടി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ റൈഡറിന് അങ്ങനെ ഒരു ഫീലില്ല, ഏത് കുഴിയും മറ്റേ ഒഴുകി പോകും, നമ്മളൊന്നും അറിയണ്ട.
പിന്നെ വൈസറായിരുന്നാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള വൈസറാണ്, അത്യാവശ്യം വിൻഡ് ബ്ലാസ്റ്റൊക്കെ അത് തടഞ്ഞോളും. പിന്നെ ഈ ബ്രേക്കിങ്ങിൻ്റെ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ ബ്രേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ഓക്കെ, വണ്ടി പിടിച്ചു നിർത്താൻ പറ്റും. റിയർ ബ്രേക്ക് എന്തിനാണ് ഹീറോ അങ്ങനെ ഒരു ബ്രേക്ക് വെച്ചാണ്? മെയിൻലി ഇതൊരു സിംഗിൾ ചാനൽ മോട്ടോർ സൈക്കിളാണ്. ഹീറോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ചാനലിൻ്റെ ആവശ്യം മതി, അത്യാവശ്യം ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഓക്കെ ഓട്ടിക്കാം, എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ റിയർ ബ്രേക്ക് നമ്മൾ അത്യാവശ്യം പവർ സ്ലൈഡൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ വേണ്ടത്ര ഒരു ബൈറ്റ് ഇല്ല. ചില സമയത്ത് നമ്മൾ ഫ്രണ്ട് പിടിച്ച് നിന്നാലും നമ്മൾ റിയർ കൂടെ കൊടുക്കുമ്പോഴായിരിക്കും നമ്മളെ കയ്യിൽ നിന്ന് പോകണം. അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമ്മൾ പെട്ടെന്ന് നിന്നിട്ട് ബ്രേക്ക് അങ്ങ് പിടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് കൊണ്ട് നിന്നിട്ട് ബാക്കും ഫിഷ് ടൈൽ ചെയ്ത് പോകും. ബാക്ക് അതിൻ്റെ തോന്നി അടുത്തോട്ട് അങ്ങ് പൊക്കോളും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങ് മാറിക്കോളും. അത്യാവശ്യം ശോകമാണ്. അതെന്താണെന്ന് എനിക്കറിയാം. വണ്ടി തോന്നുന്നു ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. പുറകിൽ വണ്ടിയില്ലല്ലോ. റിയർ ബ്രേക്ക് പിടിച്ചിട്ട് ആണ് ഞാൻ പിടിച്ച് നിർത്തിയാണ്. റിയർ ബ്രേക്ക് മാത്രം പിടിച്ചിട്ട് പെട്ടെന്നൊന്നും സ്ലോ ആയിട്ടില്ല. അതേ സമയത്ത് നമ്മൾ ഫ്രണ്ടാണ് പിടിക്കുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ല. ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം ബൈറ്റ് കൊണ്ട് വണ്ടി പിടിച്ച് നിൽക്കും. അതേപോലെ തന്നെ ഗിയർ ബോക്സ് സൈഡൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്രിസ്പിയാണ്. നമ്മളിന്ന് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ ഇപ്പോൾ ഓക്കെ വന്ന് ഫുള്ളി അഡ്ജസ്റ്റായി. അപ്പോൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യമൊക്കെ വെട്ടിയ സമയത്ത് ഭയങ്കര ടൈറ്റാണ്. ചില സമയത്ത് നമ്മൾ എടുത്തിടേണ്ട ഫീലൊക്കെയാണ്. ഇത് ക്രങ്കി ആയിട്ട് ഉള്ള ഒരു ഗിയർ ബോക്സാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ എടുത്തിടേണ്ട ആ രീതിയിലുള്ളൊരു നമ്മൾ ഇടുന്ന ഗിയർ അതാണ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ക്ലച്ചാണെങ്കിൽ അത്യാവശ്യം ഹാർഡ് സൈഡിലാണ് ക്ലച്ച് ഇരിക്കുന്നത്. അത് വേറൊരു നെഗറ്റീവാണ്. വണ്ടി നമ്മളിപ്പോൾ ട്രാഫിക്കിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് ഉള്ള കൈക്ക് നല്ല പെയിൻ വരുന്നുണ്ട്. കാരണം അത്യാവശ്യം ഹാർഡാണ്. പിന്നെ നമ്മൾ ഓഫ് റോഡൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും മിക്കപ്പോഴും നമ്മൾ ക്ലച്ച് പിടിച്ച് ഓടിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് കൈക്ക് പെയിൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള നമ്മൾക്ക് അത്യാവശ്യം ഗ്ലൗസൊക്കെ ഇട്ട് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. ഇപ്പം ഓൾറെഡി വണ്ടി ഓടിച്ച് ശീലമായി. ഈ ഒരു ട്വിസ്റ്റ് റോഡിലൊക്കെ ഓടിക്കുമ്പോഴായിരുന്നാലും വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പെട്ടെന്ന് നമ്മളിന്ന് കൈയെടുത്തിട്ടാണ് വണ്ടി അങ്ങ് കയറി പൊക്കോളും. അതിൻ്റെ ഇടയിൽ വണ്ടി ഡീൽ ചെയ്യുക അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ടോപ്പ് എൻഡ് ഇല്ല. പിന്നെ ഹാൻഡിലും പൈസ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു 10-70 ഒരു 80-90 കഴിഞ്ഞ് കഴിഞ്ഞാൽ വരെ ശോകമാണ്. നോക്കി ഇറങ്ങാം. എൻ്റെ ഒരു ബസ് നമ്മളെ ഫ്രണ്ട് അത്യാവശ്യം കൈ നിൽക്കാത്തണക്ക് തോന്നുന്നു. അല്ലാത്തപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു 60-70 ഓടിച്ചാലും വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല. ട്രാഫിക്കിലായിരുന്നാലും നമുക്ക് ഈസിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം ബിഗിനറായിട്ടുള്ള ഒരാളാണെങ്കിലും വണ്ടി എടുക്കുന്നതെങ്കിൽ വേറെ പ്രത്യേകിച്ച് 200 cc ആണ്. അയ്യോ ഇത്രയും പവറുണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണം. സാധാരണ ഒരു വണ്ടി ഓടിക്കണം, നോർമൽ വണ്ടി ഓടിക്കണം. ഇത് നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടി. പേടിക്കേണ്ട അത്ര പവറോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഈ വണ്ടിക്കകത്തില്ല. നമുക്ക് ഈസിയായിട്ട് ഏത് ബിഗിനറായാലും കൊണ്ടുനടക്കാം. പിന്നെ ഹൈറ്റ് ചിലപ്പം ഫസ്റ്റ് എടുക്കുന്ന സമയത്തായിരുന്നാലും ഈ സസ്പെൻഷൻ ഡൈവ് വരുന്നുണ്ട്. ഈ ഒന്നാമത് അഡ്വഞ്ചർ വണ്ടി ആയതുകൊണ്ടും ഒരു ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് സസ്പെൻഷൻ ട്രാവൽ ഉള്ളതുകൊണ്ട് ആ ഒരു ഡൈവ് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആ ഡൈവൊക്കെ വരുമ്പോഴത്തേക്കും ഒന്ന് പേടിച്ചു പോകും. പക്ഷേ ഈ യൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ നോ ഇഷ്യൂ. ഇപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് പാർക്കിങ്ങിൽ നിന്നൊക്കെ എടുക്കാൻ ചെറിയ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ട് അപ്പോഴത്തേക്കും. പക്ഷെ നമ്മൾ ആ വണ്ടി കുറച്ചൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂ ഒന്നും വരുന്നില്ല. അതുപോലെ നമുക്ക് ടൂർ ചെയ്യാനായാലും വേറെ കുഴപ്പങ്ങളോ അങ്ങനെ ഇതിൻ്റെ. ഞാനിപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഇതിൽ തന്നെ ഇതിൻ്റെ ഔട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് പോലും എനിക്ക് ഒരു ഇതില്ല, ഐഡിയ ഇല്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസ് ആയിട്ട് വീഡിയോ. എല്ലാ സൗണ്ട് ക്വാളിറ്റി ആയിരുന്നാലും പല പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി ഇനി ഫ്യൂച്ചറിൽ അടുത്തൊരു എന്തായാലും ഇതുകൊണ്ട് ഞാൻ നിർത്തില്ല. എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും കണ്ടിന്യൂസ്ലി വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വണ്ടിയുടെ മാത്രമല്ല ഇനിയും വരുന്ന വേറെ വണ്ടിയുടെ റിവ്യൂസ് ആയിരുന്നല്ലോ. ഒന്ന് ഓവർടേക്ക് ചെയ്തേക്കാം. റിവ്യൂസ് ആയിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ട്രാവലിംഗ് ആയിരുന്നാലും എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലായിരുന്നാലും അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിരുന്നാലും ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ തീർത്തിടാം. ഓട്ടോ ചേട്ടാ ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് മാറാം.
തിരക്കായിട്ടുള്ള ഏരിയയാണ്. നോക്കിപ്പോയില്ലെങ്കിൽ ഇവിടെ നിന്നൊന്നും പ്രതീക്ഷ കിട്ടില്ല. അപ്പം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേക്കുക. അതേപോലെ എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പല കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോയിലും അതേപോലെ എന്തെങ്കിലും വീഡിയോ ഉണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. അതേപോലെ നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൊരു വീഡിയോ. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. പിന്നെ ഒന്ന് അക്കൗണ്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോകളാണ് ബൈക്ക് റിലേറ്റഡ്, അതേപോലെ എക്സ്പൾസ് റിലേറ്റഡ്, ഓഫ് റോഡ് ആയിരുന്നാലും ട്രാവലിംഗ് വ്ളോഗ്സൊക്കെ ആയിരുന്നാലും ഇനി അങ്ങോട്ട് കുറേ കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. നമ്മൾ തുടങ്ങി വരാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. തുടങ്ങി ആ ഒരു ഇത് ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. ആ ഒരു ട്രാക്കിലേക്ക് വരാൻ എനിക്കൊരു മടിയാണ്. ഇപ്പം ഇതിൽ തന്നെ എങ്ങനെ വരുമെന്ന് എനിക്കൊരു നല്ല ടെൻഷനുണ്ട്. അപ്പോഴത്തേക്കും ഉള്ളിലൊരു ടെൻഷനോടെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇനി ആയിരുന്ന വീഡിയോയിൽ ആ ഒരു വോയിസിൻ്റെ ആയിരുന്നാലും ഇതെല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.